1.5 കിലോമീറ്ററോളം ദൂരം വരുന്ന റോഡ് 2.5 കോടി രൂപ ചിലവിട്ട് 2 വർഷം മുൻപ് പണി തുടങ്ങി. വശം കെട്ടി ഉപരിതലം കോൺക്രീറ്റ് ചെയ്യുന്നതായിരുന്നു പദ്ധതി. ആശാൻകുടിയുടെ അവസാന ഭാഗത്ത് 120 മീറ്ററോളം വിട്ടാണ് പണി തുടങ്ങിയത്. വാഴയിൽപ്പടി ഒഴിച്ചുള്ള ഭാഗത്ത് വശം കൽക്കെട്ട് കെട്ടി പൂർത്തീകരിച്ചു. കോൺക്രീറ്റിന് മുന്നോടിയായുള്ള മെറ്റലിംഗ് നടത്തി റോഡ് ഉറപ്പിച്ച ഘട്ടത്തിൽ പണികൾ നിലച്ചു. മുൻപിറക്കി വെച്ച 900 ചാക്ക് സിമന്റ് കട്ട പിടിച്ചു. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉള്ള ഇടപെടലിന്റെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നുള്ള നാട്ടുകാരുടെ പറച്ചിലുണ്ട്. കാരണം 900 ചാക്ക് സിമെന്റോളം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഭീമമായ ഒരു നഷ്ടം കോൺട്രാക്ടർക്ക് ഉണ്ടാകും. പിള്ളേർക്ക് സ്കൂളിൽ പോകാനും ഒരു ഓട്ടോ അത്യാവശ്യത്തിന് വിളിച്ചാൽ വരത്തില്ല. അങ്ങനെ ഒത്തിരിയും കാര്യങ്ങളായിട്ട് കിടക്കും. ഞങ്ങൾ 19 വീട്ടുകാരുണ്ട് ഇവിടെ. പണി നിലച്ചതോടെ ഉറപ്പിച്ച മെറ്റലുകൾ റോഡിലാകമാനം നിരന്നു. ഇതോടെ അപകടയാത്രയ്ക്ക് തുടക്കമായി. ഞങ്ങൾക്ക് ഇവിടെ വണ്ടി പണിതുകൊണ്ട് വന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ട് പണിതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പിന്നെ അടുത്ത പണി വരിക. അങ്ങനെ ഒരുപാട് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് കിടക്കുന്ന ഒരു റോഡാണിത്. എടത്വ സെന്റ് അലോഷ്യസ് കോളേജിന് കിഴക്കുവശത്തുള്ള പാണ്ടങ്കരി റോഡിലേക്കാണ് ആശാൻകുടി റോഡ് വന്നു ചേരുന്നത്. നിരവധി കുടുംബങ്ങളുടെ നിത്യേനയുള്ള യാത്രാമാർഗം കൂടിയായിരുന്നു ഇത്. സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ പെരുന്നാളിന് മുൻപ് പണി തീർക്കുമെന്നായിരുന്നു പോയ വർഷം കിട്ടിയ ഉറപ്പ്. അതേസമയം റീബിൽഡ് കേരളയിൽ ഉൾപ്പെട്ട പദ്ധതിയിലെ ജോലികൾ 1.5 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം വിശദീകരിച്ചു. ആഗസ്റ്റ് മാസം 30 മുമ്പായിട്ട് ഈ റോഡിന്റെ പണി പൂർത്തീകരിക്കുമെന്ന് എഗ്രിമെന്റ് ചെയ്തിട്ടുള്ളതും അടുത്ത ആഴ്ച തന്നെ ഈ പണി പുനരാരംഭിക്കുന്നതുമാണ്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.